അല്ല നീ ഇതുവരെ അല്ലേ എന്തോ ഉദ്ദേശം? നീ എന്താ എപ്പോഴും ഇവിടെ? നാളെയാണോ ഹോസ്റ്റലിലേക്ക് മാറുന്നത്? ഇയാളെന്താ ഇവിടെ? നാളെയാണോ ഹോസ്റ്റലിലേക്ക് മാറുന്നത്? ഹോസ്റ്റലിൽ നിന്റെ അപ്പം മാറടി. ഹലോ, 6 മാസം ഒരുമിച്ച് താമസിക്കണമെന്നുള്ള കോടതി വിധി അവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും വളരെ നന്നായിട്ട് അറിയാം ഈ ജന്മത്ത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒറ്റക്കുറി കീഴിലുള്ള കോമഡി വേണം. നേരാ, മറ്റെവിടേക്കെങ്കിലും മാറി തരുന്നതാ അതിന്റെ ഒരു മാന്യതയും മര്യാദയും. അതെന്നാത്തിനാ ഞാൻ മാറുന്നേ? അതെന്നാത്തിനാ ഞാൻ മാറുന്നേ? എടീ നോക്ക്, നമ്മളിപ്പോ കെട്ടിയോളും അല്ല, ഞാൻ അന്യപുരുഷൻ. അന്യപുരുഷന്റെ കൂടെ ഒരു കിടക്ക പങ്കിടുന്നത്, കൂര പങ്കിടുന്നത് ഭയങ്കര റിസ്ക്കാണ്. പുരുഷനോ? അതൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എങ്ങനെ? പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാ പുരുഷൻ. അത് പെണ്ണിനെ, നീ പെണ്ണാ. ഇവിടുന്ന് നീ മാറുന്നുണ്ടോ ഇല്ലയോ? ഒറ്റ ഉത്തരം. ഇല്ല. നിന്നെ ഞാൻ മാറ്റും. എന്നാ മാറ്റും. മാധവേട്ടാ, എന്താടാ ഇങ്ങോട്ട് വന്ന്. വരാനോ? മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഡള്ളായിരുന്ന നിഫ്റ്റി ഇപ്പൊ കേറുന്നുണ്ട്. എന്നാ പിന്നെ നിഫ്റ്റിയോട് എന്നെയും കൂടെ ഒന്ന് കയറ്റി തരാൻ പറ, അല്ലെങ്കിൽ അവളെ ഇറക്കാൻ. എന്താണ് ആ കുടുംബ കുടന്നിന്ന് വന്നേ പിന്നെ അവൾ ആകെ മാറി. അവിടെ ഭയങ്കര കുഴപ്പമാ. എന്റെ തോളോട് ചേർന്ന് നിക്കത്തില്ലയോ? എന്റെ അപ്പച്ചന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നേ. അത് നിന്റെ അമ്മച്ചു സമ്മതിക്കൂടാ. അയ്യ, എന്തൊരു ചളിഞ്ഞ തമാശ. കിളവനോട് ഞാൻ നോക്കൂല. എനിക്കവിടെ വർക്കൗട്ട് എടാ, മുകളിലോട്ട് പോയിരിക്കുന്ന നിഫ്റ്റി ചിലപ്പോ താഴോട്ട് പറഞ്ഞ് മനസ്സിലാക്കി. കാണാൻ പറ്റത്തില്ല. ഞാൻ സംസാരിച്ചോളാം. ഹലോ അങ്കിൾ. ഹലോ. ഇരിക്കൂ. താങ്ക് യു. കൊല്ലം ഞാൻ പറഞ്ഞു. ഇന്ന് നിഫ്റ്റി എങ്ങനെയുണ്ട്? ഷെയറിലുള്ള ഇൻട്രസ്റ്റ് കണ്ടു പഠിക്കടാ. അതെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഡൗൺ ആയിരുന്നു, പിന്നങ്ങ് പിടിച്ചു കേറുവല്ലേ. ചുമ്മാ ആ ചൗധരി എവിടാണെന്ന് അറിഞ്ഞാൽ TCRന്റെ ഷെയർ പിന്നെയും കുതിക്കും. ഷുഗർ പിന്നെ മോളും ഷെയർ മാർക്കറ്റിൽ ഇറങ്ങണം. 65-ാം വയസ്സിലും എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഷെയറാ. 65? ഡോണ്ട് ടെൽ മീ. ഒരു 50-51 ഞാൻ അതാ വിചാരിച്ചിരുന്നേ ഇത്രയും കാലം. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാട്ടോ. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ ചെറുപ്പായിട്ടിരിക്കാന്നാ. അതെ അതെ. കെട്ട മനസ്സാണെങ്കിൽ 30 വയസ്സിൽ തന്നെ ഷഷ്ടി പൂർത്തി നടത്താം. ഞാൻ അങ്കിളിനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഐ നീഡ് യുവർ ഹെൽപ്പ്. ടെൽ മീ ഡിയർ. ഇവിടുത്തെ ഡെവലപ്മെന്റ്സ് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? സാഡ് സിറ്റുവേഷൻ. ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, ബട്ട് അത് വിട് അങ്കിൾ. സി, ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോൾ അതിന്റെ വില എത്രയാന്ന് അങ്കിളിന് അറിയാലോ? 80 lakhs. അതിന്റെ മേജർ ഷെയറും എന്റെയാ. അത് മാത്രമൊന്നുമല്ല, ദാ ഈ കാണുന്ന കിച്ചൺ ഫർണിഷ് ചെയ്തു. ഇവിടുത്തെ ഫർണിച്ചർ, പെയിന്റിങ്സ്, ഗ്ലാസസ്, ബെഡ്, വാഷിംഗ് മെഷീൻ, ദാ ഈ ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, എന്തിന് ഈ കാപ്പിപ്പൊടി വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. I know. അപ്പൊ മേജർ ഷെയർ എന്റെ ആവുമ്പോ ഇതിന്റെ ഓണർ ആരാ? സംശയം എന്താ? മോള്. എന്തോന്ന് കൊന്ന്? എടി, ഈ ഫ്ലാറ്റിൽ മേജർ ഷെയർ നിനക്കാ. ഏത് വകുപ്പിലും 40 ലക്ഷം. അതിൽ എന്റെ 40 ലക്ഷം നിന്റെ അപ്പന്റെ അബ്കാരി കള്ളപ്പണം കൊണ്ട് മേടിച്ചിട്ട് വളയും മാലയും കമ്മലും വിറ്റുണ്ടാക്കിയത് പോലല്ല. എന്റെ അപ്പന്റെ സ്റ്റുഡിയോ വിറ്റുണ്ടാക്കിയതാ. എന്റെ അപ്പന്റെ സ്റ്റുഡിയോ അത്. എന്ന് വെച്ചാ ഏതോ ഒരു പുരാവസ്തുവാ. എടി, റബ്ബർ പാല് മാത്രം കുടിച്ചു വളർന്ന ഇതുപോലൊരു ജന്തുവിന് ഒരിക്കലും എന്റെ അപ്പച്ചന്റെ സ്റ്റുഡിയോയുടെ വില മനസ്സിലാകത്തില്ല. പറഞ്ഞു മോളെ, ഞാൻ അയ്യോ അങ്കിൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം. ഇയാൾ ഇവിടെ കിടന്ന് ഇനി ഉടക്കുണ്ടാക്കാൻ നോക്കിയാ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ മുംബൈ പോലീസിന്റെ അമ്മയുടെ മക്കളല്ലേ? എന്താ കാണണോ? അത്യാവശ്യം അന്തസ്സായിട്ട് നടക്കുന്ന ഒരു ഫ്ലാറ്റ് ആയത്. ഇവിടെ പോലീസിനെ പട്ടാളത്തെയൊക്കെ വിളിച്ചു വരുത്തിയാൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങ് പുറത്തു പോകേണ്ടി വരും. പറഞ്ഞേക്കാം മോളെ, എന്തായാലും ഈ കേസിന്റെ തീർപ്പ് വരുന്നത് വരെ നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോ. ഇതൊന്നും മധ്യസ്ഥം പറയാമെന്നാ ഞാൻ എന്തിനാ അവിടെ വിളിച്ചോണ്ട് അവളുടെ കൂടെ പോണു. എന്താ ഇത്രയും സ്പേസ് ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല.
കിച്ചണും ബാത്റൂമും കോമൺ. കിച്ചണും ബാത്റൂമും കോമൺ. ഇതിനപ്പുറത്തോട്ട് കടക്കാനും പാടില്ല. അപ്പൊ ഞാനെങ്ങനെ ബാത്റൂമിൽ പോവും? പറക്കൂ? പറക്കുവോ? അത് പിന്നെ അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ കടക്കാം. കടക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം. യ്യോ. കണ്ടോ കണ്ടോ, ഇതാണ് ഞങ്ങൾ രണ്ടുപേരും പിരിയാനുള്ളതിന്റെ മെയിൻ കാരണം. അയ്യേ, ഇതാണോ കാരണം? ദേ, പിന്നെ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഗ്യാസ്, വെള്ളം, ഇതിന്റെയൊക്കെ പകുതി പൈസ ഇയാൾ എനിക്ക് തരണം. Agreed. ആരഗ്രീഡ്? അല്ല, അതവൻ തന്നോളൂ. Agreed. ഉറപ്പാണേ? ഞാനും പോകാം. ഹലോ, എന്തു പണി? ഇയാൾ എന്തിനോ വന്നത്? എടാ, അവള് രണ്ടും കൽപ്പിച്ചിട്ടാ. അതുകൊണ്ട് ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല. നീ ഇത് അനുഭവിക്കാൻ മാധവ,